കേരളത്തിലെ ഒരു വിവാദ നായികയോടൊപ്പമാണ് ഞാനെന്നുള്ളത്. അവരുടെ വീട്ടിലാണുള്ളത്, കോഴിക്കോടാണ്. വിവാദ നായിക എന്ന് പറയുമ്പോഴും അപ്പോഴും നായിക തന്നെയാണ്. അപ്പോൾ ആ നായിക നമുക്ക് പരിചയപ്പെടാം. വേറെ ആരുമല്ല, ജസ്ന സലീം. സ്വാഗതം. നമസ്കാരം. സന്തോഷമുണ്ട് അല്ലേ? ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ പഠനകാലം, കുട്ടിക്കാലം, എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നു, ഈ ചിത്രരചന എവിടെ നിന്ന് തുടങ്ങി? ഞാൻ താമരശ്ശേരി പൂനൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏകദേശം കുട്ടി മലപ്പുറം എന്ന് തന്നെ പറയാം. നല്ല ഓർത്തഡോക്സ്, പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പക്ക ഓർത്തഡോക്സ് ഫാമിലി. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു ഞാൻ, ശ്രീമത വിശ്വാസി. എനിക്ക് കുഞ്ഞിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. എൻ്റെ ഈ കഥയിലെ വില്ലത്തി എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ ഉമ്മയാണ്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്ന മുദ്ര ഉത്തര വ്യക്തിയാണ്. ചില സാഹചര്യങ്ങൾ കാരണം എൻ്റെ പഠനം 9ാം ക്ലാസ് വെച്ച് നിർത്തി. അന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വിറകടുപ്പാ, ഗ്യാസൊന്നും ഇല്ലേ. കയ്യിൽ കിട്ടിയത് മട്ടലാ. മട്ടലുകൊണ്ട് വാപ്പാന്റെ അരിശൊക്കെ മട്ടലുകൊണ്ട് അത് തീർത്തു. അന്നത്തെ കാലത്ത് എൻ്റെ വാപ്പ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വേണേ ഒന്ന് നക്കിയിട്ട് എണ്ണീട്ട് പോടുന്നു. ഈ ഒരു ചോദ്യം കുറെ കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്. സുധാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കുക. ഇതിനുള്ള മറുപടി അവര് തരട്ടെ. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ കാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. കേരളത്തിലെ ഒരു വിവാദ നായികയോടൊപ്പമാണ് ഞാനെന്നുള്ളത്. അവരുടെ വീട്ടിലാണുള്ളത്, കോഴിക്കോടാണ്. വിവാദ നായിക എന്ന് പറയുമ്പോഴും അപ്പോഴും നായിക തന്നെയാണ്. അപ്പോൾ ആ നായിക നമുക്ക് പരിചയപ്പെടാം. വേറെ ആരുമല്ല, ജസ്ന സലീം. സ്വാഗതം. നമസ്കാരം. സന്തോഷമുണ്ട് അല്ലേ? ചേച്ചി എന്ന് വിളിക്കണോ, ഇത്ത എന്ന് വിളിക്കണോ? എന്തും വിളിക്കാം. അതാണ്. അപ്പോൾ ആരാണ് ജസ്ന സലീം? എൻ്റെ പോഡ്കാസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും എൻ്റെ പോഡ്കാസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയ, സാമൂഹിക, വിവാദകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു പോകുന്ന എന്താ പറയുക, ഒരു സംഭാഷണ ശകലമായിരിക്കും ഇത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ പഠനകാലം, കുട്ടിക്കാലം, എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നു, ഈ ചിത്രരചന എവിടെ നിന്ന് തുടങ്ങി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പോകുന്ന ഒരു 1 hour സെക്ഷൻ. അതായിരിക്കും നമ്മുടെ ഈ പോഡ്കാസ്റ്റ്. ഓക്കെ, തുടങ്ങാം. എന്തോ വലിയ യുദ്ധത്തിന് വിളിക്കുന്ന പോലെ തുടങ്ങാം. എയറിൽ കയറാൻ ഞാൻ റെഡിയാണ്, താങ്കൾ റെഡിയാണെങ്കിൽ തുടങ്ങാം. തീർച്ചയായിട്ടും. എനിക്ക് എയറിൽ കയറുന്നത് അത്ര ഞാൻ ഇപ്പൊ ഭയങ്കര ഉന്നതിയിലാണ് നിൽക്കുന്നത്. അത് പെട്ടെന്ന് ഇനി എയറിലേക്ക് ആയാലും എനിക്ക് വിഷമൊന്നുമില്ല. അല്ല, എന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കഴിഞ്ഞ ദിവസം കള്ളിയങ്കാട്ട് നീലി എന്നെ നീലി എന്റെ ഗുരു ആവട്ടെ എന്ന് ചോദിച്ചു. കാരണം നീലി പോലും ബഹിരാകാശത്തിലല്ല, ഇത്ര നിന്നിട്ടില്ല. ഞാൻ പലരോടും എന്നെ ജസ്ന സലീം എന്ന് പറയുമ്പോൾ എന്നോട് ഞാൻ പറയലുണ്ട്, താഴത്ത് നോക്കിയാൽ എന്നെ കാണൂല, എന്നെ നോക്കിയാൽ എയറിൽ നോക്കിയാലേ കാണുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാത്തതെന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജീവിത കഥയിലേക്ക് തുടങ്ങാം. യുദ്ധത്തിന് ഞാൻ ക്ഷണിക്കുന്നു. എന്താ പറയാ, ഒരു സിനിമാ കഥ പോലെ. ജൂൺ 15-ാം തീയതി 1992 സോഫിയക്കും മജീദിനും ഒരു മകള് പിറന്നു. കൊടുക്കാം നിങ്ങൾക്ക്. തീർച്ചയായും. അവക്കിട്ട പേര് ജസ്നാന്ന്. അവരൊക്കെ ഉമ്മയും പാപ്പയും 2 പെൺകുട്ടികളാണ് എനിക്ക് മൂത്തതായിട്ടുള്ളത്. അപ്പൊ 3ാമത്തത് ആൺകുട്ടിയാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിന്നതായിരുന്നു. പക്ഷെ ജനിച്ചത് പെൺകുട്ടിയായിപ്പോയി. സ്വഭാവം ഏകദേശം ആൺകുട്ടിയുടെ മട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അങ്ങ് പറയാം. അങ്ങനെ എല്ലാ വീട്ടിലത്തെ പോലെയും എന്നെയും അവര് വളർത്തി. കാരണം എൻ്റെ വാപ്പൊരു ഡ്രൈവറാണ്. ഡ്രൈവർ മീൻസ് ഓട്ടോ അല്ല, ഹെവി വെഹിക്കിൾ ഓട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ചാച്ചന്റെ ഓട്ടോ ഓർമ്മ വരുന്നു. എൻ്റെ പൊന്നേ,
ഞാനോട്ട് പിണങ്ങി ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു RJ ബിൻസി അറിയാവോ? ഞാനുമായിട്ട് പിണങ്ങി. ഇപ്പം ഒരു ഒറ്റ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ജനങ്ങൾ ആങ്കർ അടിപൊളി ആങ്കർ പൊളിച്ചെന്ന് പറയുമ്പോൾ ബിൻസി എയറിൽ. ഇപ്പം ബിൻസിക്ക് എൻ്റെ കണ്ണെടുത്ത കാണത്തില്ലെന്ന് അറിഞ്ഞു. അതുപോലെ ആവാതിരിക്കട്ടെ ഇത്. എൻ്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂല. ഈ ചാനൽ നടത്തുന്ന ആള് വരെ ചിലപ്പോൾ എയറിൽ കയറിന്ന് വരും. എൻ്റെ കൂടെ ഒരാൾ പോലും വീഡിയോ എടുക്കാൻ വരാറില്ല. എൻ്റെ ഫാമിലിയിൽ അരുൺ അല്ലാതെ വേറൊരാളും വരാറില്ല. പാപ്പയും ഉമ്മയും വരെ ഞാൻ എടുക്കാറുണ്ട്. ഇപ്പം അവരെ പോലും ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാറില്ല. അപ്പം ഞാൻ അവിടെ ജനിച്ചു, ഒരു മുസ്ലിം മതസ്ഥയാണ് ആയിട്ടായിരുന്നു. നല്ല പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പക്ക ഓർത്തഡോക്സ് ഫാമിലി. അതിനേക്കാട്ടിലും അപ്പുറം 5 വഖത്ത് നിസ്കാരവും കൃത്യമായ നോമ്പ് നോറ്റ് എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ അവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാട്ടിലും, ഞാൻ താമരശ്ശേരി പൂനൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഏകദേശം കുട്ടി മലപ്പുറം എന്ന് തന്നെ പറയാം. അപ്പൊ അവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. ഞങ്ങൾക്കെന്ന് വെച്ചാല് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് മദ്രസ വിദ്യാഭ്യാസമായിരുന്നു ആ കാലത്ത്. അപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ മദ്രസ വിദ്യാഭ്യാസം, ഞാൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ. പിന്നെ 6ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടൗണിൽ പോകണം. അവിടെ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് 5 വെച്ചിട്ട് ഞാൻ നിർത്തിയ ഒരാളാണ്. അപ്പം ഒരു എന്താ പറയുക, മുസ്ലിം രീതിയിൽ എൻ്റെ വാപ്പ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ആട്ടോ, നിങ്ങൾ RJ ബിൻസിൻ്റെ പറഞ്ഞതിൻ്റെ മാതിരി. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളെയും വിവാഹശേഷം വാപ്പ ബാധ്യതകളൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു ഓട്ടോ എടുത്ത് ഓടിക്കുകയാണ്. ഞാൻ ജനിച്ച അന്ന് തൊട്ടിട്ട് ഞാൻ അറിയുന്നത്, എൻ്റെ ഫാദർ അറിയുന്നത് അന്നത്തെ ബസ്സിലെ ഡ്രൈവറായിരുന്നു. കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിലെ ഡ്രൈവറായിരുന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസിയായിരുന്നു ഞാൻ, മുസ്ലിം മത വിശ്വാസി. എനിക്കെന്നില്ല, എൻ്റെ ഉമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിയാറത്തിന് പോകാന്ന് അറിയാലോ, സിയാറത്തിന് പോകുന്ന ആൾക്കാരായിരുന്നു. എന്ന് വെച്ചാല് സുന്നി വിഭാഗക്കാരായിരുന്നു അല്ലേ? സുന്നി വിഭാഗമായിരുന്നു. ഏതായിരുന്നു? AP ആയിരുന്നു, EK ആയിരുന്നു? APന്റെ മദ്രസിലാണ് ഞാൻ പഠിച്ചത്, പക്ഷേ EK ആണ് ഓല്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ APയുടെ മദ്രസയിൽ പഠിച്ചത്. സിസ്റ്റേഴ്സൊക്കെ EK ആണ് പഠിച്ചത്. അല്ല, സത്യത്തിൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്തു പോകാം. ഈ സത്യത്തിൽ ഈ മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ഈ നമ്മുടെ മലബാർ ഏരിയയിൽ AP EK സുന്നി എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ തമ്മിൽ തല്ലുന്നല്ല, ഒരു ആശയപരമായിട്ടുള്ള ഒരു സംവാദം എപ്പോഴും നിലനിൽക്കുന്നു ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ട് എനിക്കറിയില്ല കേട്ടോ. കാരണം എൻ്റെ കാര്യത്തില് അധികാര പടംപലി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ AP EK തമ്മിൽ? എനിക്കതൊന്നും അറിയില്ല. ഞാൻ തന്നെ ഈ പറഞ്ഞ APയുടെ മദ്രസ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മഹല് കമ്മിറ്റിയിൽ അവിടെ ഓരോരുത്തർക്ക് ഓരോരോ മഹലുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിൽ പിന്നെ ആ ഒരു മദ്രസ ആയതുകൊണ്ടാണ്. സിസ്റ്റേഴ്സൊക്കെ പഠിച്ചത് സ്വന്തം മഹല് കമ്മിറ്റിയിലല്ല, വേറെ മഹലിലാണ് പഠിച്ചത്. ഓരോരുത്തർക്ക് ഓരോരോ മഹല് കമ്മിറ്റിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒടുങ്ങാക്കാട് പള്ളി എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അതുപോലെ മടവൂർ മക്കാവ്. ഇവിടെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ സിസ്റ്റേഴ്സും വാപ്പയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി മാസത്തെ പോകുന്ന സ്ഥലമായിരുന്നു. അത്രമേൽ വിശ്വാസിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം എനിക്ക് കുഞ്ഞിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു പ്രണയം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവ് വെച്ചൊരു 3-3.5 വയസ്സ് തൊട്ടിട്ട്. 3.5 വയസ്സ് തൊട്ടുള്ള പ്രണയമോ? ശരിയല്ലല്ലോ ആ പ്രണയം. അത്ര ശരിയല്ലല്ലോന്നോ, എനിക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ? ഞാനും അവനും കൂടിയും ഞാൻ ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാനും അവനും സാരി വെച്ചിട്ട് പന്തല് കെട്ടും. എന്നിട്ട് ഞങ്ങളുടെ പിള്ളേര് ഏതാന്ന് വെച്ചാല് ഈ തേങ്ങക്ക് മുമ്പായിട്ട് ഇളനീരിന്റെയും തേങ്ങയുടെയും നടുക്കായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ തൊണ്ട് എന്ന് പറയും, മുച്ചിങ്ക എന്നൊക്കെ പറയും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങള്. അത്രമേൽ അവനില്ലാതെ ഞാനും ഞാനില്ലാതെ അവനും ക്ലാസ് പോകില്ലായിരുന്നു. അങ്ങനത്തെ എൻ്റെ കസിൻ തന്നെയാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ആശാൻ കല്യാണം കഴിച്ചൊരു കുഞ്ഞിന്റെ അച്ഛനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം കസിൻ എന്ന് പറയുമ്പോ വാപ്പായുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ ചേട്ടൻ അനിയൻ മക്കള്. എൻ്റെ ഉമ്മയും വാപ്പയും തന്നെ ഏട്ടന്റെയും അനിയന്റെയും മക്കളാണ്. സ്വന്തം ഏട്ടന്റെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും അല്ല താനും. എൻ്റെ വാപ്പയുടെ വാപ്പയും ഉമ്മയുടെ വാപ്പയും തമ്മിൽ ഏട്ടനും അനിയനുമാണ്.
ആ ഏട്ടൻ അനിയൻ മക്കൾ തമ്മിലാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനെ കല്യാണം സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാരും പാടില്ല എന്നുള്ളതാണ്. കാരണം സഹോദരങ്ങളാണ്. പക്ഷെ എന്റെ ഉമ്മാനെ പുറത്തേക്ക് കല്യാണം കഴിപ്പിക്കേണ്ട, അകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം എന്നുള്ള പ്രണയമൊന്നും അല്ലായിരുന്നു, ഫാമിലി അറേഞ്ച് ചെയ്തിട്ട് വിവാഹം കഴിച്ചതാണ്. അപ്പം എന്റെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇവനില്ലാതെ ഞാൻ സ്കൂളിലോ മദ്രസയിലോ പോകില്ല. അപ്പൊ എന്നെ ആദ്യമായിട്ട് മദ്രസയിൽ ചേർത്ത്. അല്ല, ഞാൻ അത് അതിനു മുമ്പ് ഈ 3.5 വയസ്സിലെ പ്രണയം, ഇത് എങ്ങനെയാണ് ഈ പ്രണയം മുട്ടിട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കമ്പനിക്കാരുണ്ട്. പക്ഷെ ഇവന്റെ കൈ പിടിക്കാതെ ഞാൻ നടക്കൂല. ഇവനും ഞാനും ഫുൾ ടൈം ഇവനും ഞാൻ കളിക്കുള്ളൂ, വേറെ ആരെയും ഞങ്ങൾ കളിക്കാൻ കൂട്ടൂല. അപ്പോൾ ഇവന്റെ കൂടെ ഞാൻ നടക്കുള്ളൂ എന്നുള്ള, നഴ്സറി പോവുകയാണെങ്കിൽ ഇവൻ വേണം. അങ്ങനെ എന്നെ മദ്രസയിലേക്ക് ചേർത്തി. ഞാനും ഇവനും മദ്രസയിൽ ഒരേ മദ്രസയിൽ തന്നെയാണ്. അപ്പൊ ഇവൻ മദ്രസയിൽ പോകണമെങ്കിൽ എനിക്ക് ഇവൻ വേണം, അല്ലെ അന്നത്തെ ഓൻ ലീവുള്ള ദിവസം ഞാൻ ലീവാണ്. അങ്ങനത്തെ ഒരു അത്രക്ക് പ്രണയത്തിനൊക്കെ ശരിക്കും എന്താ പറയാ, അത്രമേൽ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ ഒരു പക്ഷെ അവനെ കൊണ്ടേ കല്യാണം. ഞങ്ങൾ രണ്ടാളും ഒരേ ഏജ് ആട്ടോ. അങ്ങനെ എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട്, അവൻ്റെ വീട് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ മദ്രസയിൽ പോകാനൊക്കെ റെഡി ആയിട്ട് അടുക്കള വശത്ത് വന്നിട്ട് ഇവൻ്റെ പേര് മേലോട്ട് നോക്കി വിളിക്കും. അപ്പം എൻ്റെ ഈ കഥയിലെ വില്ലത്തി എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ ഉമ്മയാണ്. എൻ്റെ വാപ്പയുടെ ഉമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ ആള് എന്താ പറയുക, ഈ വല്യമ്മക്ക് ഒരാങ്ങളയുണ്ട്. ആങ്ങള നമ്മുടെ ബഷീറിനെ പോലെയാണ്, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 1 7 മക്കളും 1 8 മക്കളും ഉണ്ട്. 15 പേരക്കുട്ടികൾ അമ്മാമക്ക്, അമ്മാമന്റെ ആങ്ങളയിലുള്ളത്. ഈ 15 ആളും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾ ആ ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഉമ്മാമ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഉമ്മാമനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ സഹോദരന്മാരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരും അറിഞ്ഞു ഞങ്ങളുടെ പ്രണയകഥ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇത് ഏത് സമയത്താണ് ഈ പ്രണയം അറിയുന്നത്? അവരെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ഇവരറിയുന്നത് ഞാനും ഇവനും ഒരുമിച്ച് സ്കൂളിലും മദ്രസയിലും പോകുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഏത് പ്രായത്തിലാണ് ഇത് ജനങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ കുടുംബക്കാർ വീട്ടുകാരൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞത് ഏത് സമയത്താണെന്നാണ്? അല്ല, കുടുംബക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കളിക്കുന്ന പ്രായം തൊട്ടിട്ട് ഒരു പുറത്ത് നമ്മൾ ഒറ്റക്ക് കളിക്കാൻ ഇറങ്ങൂല, അന്ന് തൊട്ടിട്ട് ഇവന്റെ കൂടെ ഞാൻ കളിക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം എന്നെ മദ്രസയിൽ അന്ന് 4-ലോ 5 വയസ്സിലങ്ങാണ്ടല്ലേ മദ്രസയിൽ ചേർത്തത്. ഇന്നത്തെ പോലെ 3.5 വയസ്സിലൊന്നും അല്ല, 5 വയസ്സിലങ്ങാണ്ടാണ് ഞങ്ങളെ മദ്രസയിൽ ചേർത്തിയത്. അപ്പൊ ഞാന് റെഡി ആയിട്ട് ഇവനെ പേര് വിളിക്കും വെള്ളോട്ട്. അപ്പൊ ഇവന്റെ ഏട്ടന്റെ ഭാര്യമാര് തിരിച്ചു പറയും ഓൻ പോയി എന്ന് പറയും. അപ്പേക്കുണ്ട് എനിക്കൊരു ഹാലിളകാന്, ബുക്കൊക്കെ ഒരു ഏറുകയാണ്. ആ അടുക്കള ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീടിന് ചുറ്റും ഒരു 4-5 റൗണ്ട് ഞാൻ ഓടും. ഇഞ്ഞ കൂട്ടാണ്ട് നിന്റെ ആള് പോയോ പറഞ്ഞ് നിന്റെ ആള് പേര് ഞാൻ പറയും. അപ്പോൾക്ക് എൻ്റെ വാപ്പയുടെ അമ്മക്ക് ഹാലിളകും. ഏത് ഡേഷ് മക്കളാടാ പറഞ്ഞെന്ന് ചോദിച്ച് ഞാൻ ഉമ്മാമാട്ട് തുടങ്ങും. അന്ന് അവൾക്ക് മോളിന്ന് വിളിച്ചറിയാൻ പോയില്ല കേട്ടോ, ഒപ്പം വരാന്ന് പറയും. ഉമ്മാമനെ ചൂടാക്കണം എന്നുള്ളതാണ് ഓരുടെ ലക്ഷ്യം. കാരണം അത്രയും വെറുപ്പിച്ച് നടക്കുന്ന ആൾക്കാരാ. പുതുതായിട്ട് വരുന്ന മരുമക്കളാണല്ലോ, കുറച്ച് കുസൃതി ഉണ്ടാകുമല്ലോ. അങ്ങനെ അവരിത് സ്ഥിരാക്കി, ഞാൻ ഈ വീടിന് ചുറ്റും ഓട്ടം സ്ഥിരാക്കി. അപ്പൊ എനിക്ക് 2 സഹോദരിമാരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടാമത്തെ ആൾക്ക് സ്കൂളിൽ ഒരു പദ്യം ഉണ്ടായിരുന്നു 4-ാം ക്ലാസ്സില്. നായര് വിശന്ന് വലഞ്ഞു വരുമ്പോൾ നായക്കഞ്ഞി കരയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴും ആ പാട്ട് നല്ലോണം ഓർമ്മയുണ്ട്. അതിലൊരു ലൈനുണ്ട്, കണ്ടത് മുഴുവൻ കാട്ടിലെറിഞ്ഞു വീടിന് ചുറ്റും ഓടി നടന്നു എന്നാണ്. ഈ വെളുത് പാടിപ്പൊന്ന് എന്നെ നോക്കി. വീടിന് ചുറ്റും ഓടല് ഞാനാ, ജഗതി വരും പോലെ ഇത് എന്നെ തന്നെ കെട്ടക്കല് തുടങ്ങി നിലത്ത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ദേഷ്യം പിടിക്കുമ്പോൾക്ക് നിലത്ത് കിടന്ന് ഉരുളും. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. വീടാണോ നാടാണോ റോഡാണോ എനിക്കൊരു വിഷയമേ ഉള്ള കാര്യമല്ല, ഞാൻ നിലത്ത് കിടന്നു വായിക്കും. ചെറുപ്പത്തിലെ ചെറിയ വട്ടം ഉണ്ടായിരുന്നു സാരം. ഇപ്പോഴും കുറവില്ല. നാം എല്ലാം ചികിത്സിച്ച് നോക്കി, എല്ലാരും കൈ ഒഴിഞ്ഞു, നടപടിയില്ല. അങ്ങോട്ട് പോട്ടെ. അങ്ങനെ
ഇവളിത് പാടൽ തുടങ്ങി. അപ്പൊ പിന്നെ അവക്ക് ഞങ്ങളുടെ വീട്ടില് ആ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലെ TV ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ കുറച്ച് ക്യാഷ് ഉള്ള കുടുംബത്തിലുള്ളതാ. വാപ്പ ക്യാഷ് ഇല്ലാത്ത കുടുംബത്തിൽ. പക്ഷേ ഈ രണ്ടൊരു ചേട്ടൻ അനിയൻ മക്കൾ തന്നെ, പക്ഷേ ചേട്ടൻ ഇച്ചിരി കാശ് കൂടുതലുണ്ട്, അനിയൻ ഇച്ചിരി കുറവാണ്. അപ്പൊ ഉമ്മാക്ക് എന്താ പറയാ, എൻ്റെ ഉമ്മാന്റെ വാപ്പ എന്ന് പറയുന്നത് KSRTC ഡ്രൈവറാണ്. അപ്പം ഒരു പണക്കാരിയുടെ മകള് എന്നുള്ളൊരു ഞങ്ങളുടെ വീട്ടില് മാത്രമേ TV ഒക്കെ ഉള്ളായിരുന്നു. ഉമ്മാന്റെ വാപ്പ കുറച്ച് തള്ളും കൂടി ആയിക്കോട്ടെ. അപ്പൊ അടുത്തുള്ളവരൊക്കെ TV കാണാനൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു പരിപാടിയാണല്ലോ റിമോട്ടിന് തല്ല് കൂടുക. അന്ന് ആകെ ദൂരദർശൻ മാത്രമേ കിട്ടിയെങ്കിലും ഈ റിമോട്ടിന് തല്ല് കൂടൽ വീട്ടിലുണ്ട്. അപ്പോൾ റിമോട്ടിന് തല്ല് കൂടുന്ന സമയത്ത് ഏട്ടത്തിമാര് പാട്ട് പാടൽ തുടങ്ങി. ആര് ചെന്ന് വലഞ്ഞു വരുമ്പോൾ തന്നെ അത് മതി എനിക്ക്. അങ്ങനെ അതിലെന്തോ കിണ്ണൊക്കെ എടുത്തെറിഞ്ഞ് എന്നുള്ളതൊക്കെ ഉണ്ട്. ഇത് ഉമ്മാമ കേട്ട സമയത്ത് ഉമ്മാമ പറഞ്ഞു നമുക്ക് വിളക്കിണ്ണാന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഉമ്മാന്റെ അനിയത്തിന്റെ രണ്ടാമത്തെ മകനൊക്കെ എപ്പോഴും എന്നെ കിണ്ണാന്നാട്ടോ വിളിക്കാം. കിണ്ണാണ്. അപ്പൊ കണ്ണനെ ഇഷ്ടപ്പെടുന്ന കിണ്ണൻ വരുന്നേ ഉള്ളൂ കഥയിലേക്ക്. അപ്പൊ ഇവരാണ് കിണ്ണൻ ഒരു സുഖല്ല, നമുക്ക് ഇവിടെ കണ്ണാന്ന് വിളിക്കാന്ന്. അങ്ങനെ എന്നെ കണ്ണാന്ന് വിളിച്ചു. വീട്ടിൽ കണ്ണാന്ന് വിളിച്ചു. ഇത് വേറെ എടുത്തും പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാം. അല്ല അതല്ല, പക്ഷെ ഇത് വേറെ ഈ പൊതുജനങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് എനിക്ക് കണ്ണൻ പേര് വന്നത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ വീട്ടുകാർ കണ്ണാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഈ മൊയ്ലൂദ് അങ്ങനെ പിടിച്ചിട്ടുള്ള എല്ലാ പരിപാടിയും എൻ്റെ അമ്മോൻ നടത്തുന്ന, അമ്മോനെന്ന് വെച്ചാൽ ഒട്ടുക്കമ്മലത്തെ വിശ്വാസിയാണ്. എൻ്റെ വാപ്പ കുടുംബം വിശ്വാസിയാണെങ്കിൽ പോലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഉമ്മ കുടുംബം അങ്ങനല്ല, വിദ്യാഭ്യാസം അല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് മതം കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ കുടുംബത്തിൽ ഈ പറഞ്ഞതുപോലെ മൊയ്ലൂദും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴേക്കും ഏട്ടത്തിമാരാരെങ്കിലും കണ്ണാന്ന് വിളിക്കും. അപ്പൊ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഇതാരെയാ വിളിക്കുന്നത്? അപ്പൊ പറയും എന്നെയാന്ന് പറയുമ്പോ പിന്നെ ഈ ജാഥ വിളിക്കുന്നതിന്റെ മാതിരിയാ നടക്കുന്നേക്കൊക്കെ കണ്ണ കണ്ണ. എൻ്റെ പൊന്നാര മക്കളെ എത്ര ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നറിയോ. എൻ്റെ ചില രാത്രികളുണ്ടല്ലോ, തുറന്നു പറയുന്നതിന് എന്താ, എൻ്റെ കുട്ടിക്കാലത്തെ ചില രാത്രികൾ ഞാൻ കരഞ്ഞ് തളർന്നുറങ്ങുക എന്ന് അറിയില്ലേ, അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇവരെന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഈ കണ്ണാന്ന് വിളിക്കുന്നത്? എനിക്ക് കണ്ണൻ ആരാന്ന് പോലും അറിയില്ല. കാരണം ഞങ്ങളുടെ കണ്ണാന്ന് കളിയാക്കി വിളിക്കുന്നതായിരുന്നോ അതോ കളിയാക്കി വിളിക്കുന്ന ഓലൊരു പക്ഷെ ഒരു ഹിന്ദുവിന്റെ പേര് എന്നുള്ള രീതിയിലായിരിക്കാം അങ്ങനെ തന്നെയായിരുന്നോ വിളിക്കുന്നത്. എന്നുവെച്ചാല് ഞങ്ങളുടെ അവിടെയൊക്കെ താന്ന കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പേര് വിളിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ അങ്ങനെയാണോന്നോ, താഴ്ന്ന കാസ്റ്റ് ഉദ്ദേശിച്ച് ഹിന്ദുക്കളിൽ അങ്ങനത്തെ പറയാൻ പാടില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ ഉദ്ദേശിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവര് കണ്ണ എന്ന് വിളിച്ചു. അപ്പൊ കണ്ണാന്ന് വിളിച്ച സമയത്ത് ഇത് ദൈവമാണ് എന്നുള്ളതോ അല്ലെ കണ്ണൻ എന്താണെന്നുള്ളതോ എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഉമ്മാമന്റെ ആങ്ങളന്റെ കുടുംബമാണ് ചുറ്റിലും, നമ്മുടെ ചുറ്റിലും ഉള്ളത്. ഞങ്ങൾക്ക് തന്നെ എൻ്റെ ഉമ്മാമക്കൊക്കെ പൈസ കുറവാണ് എന്നല്ലാതെ മുതൽ ഒരുപാടുണ്ടായിരുന്നു. ഉമ്മാമക്ക് തന്നെ അവിടെ 1 ഏക്കർ സ്ഥലം, ഞങ്ങൾക്ക് തന്നെ 1 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ആ 1 ഏക്കറിൽ ഞങ്ങളുടെ വീട് മാത്രമേ ആ കാലത്തുള്ളായിരുന്നു. അപ്പൊ നമ്മുടെ ചുറ്റിലും ഹിന്ദു മതസ്ഥരോ ഉണ്ട് കേട്ടോ. അപ്പൊ ഹിന്ദു മതസ്ഥരെ വീട്ടിലേക്കൊന്നും എൻ്റെ ഉമ്മയോ ഒന്നും അങ്ങനെ പോകില്ല. വാപ്പ പോകും കേട്ടോ. വാപ്പ ബസ് പണിയെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, 3 മതത്തെയും താങ്ങിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ബസ്സാണ്. ബസ്സിൽ നിങ്ങൾ കയറിയവർക്കൊക്കെ കാണാം ഒരു യേശു ഉണ്ടാവും, ഒരു ഹിന്ദു, ഒരു മക്ക മദീന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു ശിവനോ കൃഷ്ണനോ അങ്ങനെ ഉണ്ടാവും. വാപ്പ അത് കണ്ട് വളർന്ന ഒരു വ്യക്തി. അപ്പം വാപ്പക്ക് ജാതി മതവും അങ്ങനത്തെ ഒന്നുമില്ല. വാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവര് മിക്ക ആൾക്കാരും ഹിന്ദുക്കളാണ്. പക്ഷെ ഉമ്മ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയാൽ വെള്ളം കൂടി കുടിക്കാത്ത ഒരാളാണ്.
ഇപ്പയും അല്ല അതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ചിന്താഗതിയാ. അല്ല, ഓൾക്ക് അത് ഇഷ്ടമല്ല. ഓളെ വീടിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓക്കായിട്ട് സെപ്പറേറ്റ് അവര് സാധനം വാങ്ങിക്കൊടുക്കും, നീ തന്നെ വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് അത് താല്പര്യം ഇല്ലാത്തോലെ നമ്മൾ നിർബന്ധിക്കണ്ടേ അത് ആവശ്യം. ശരിയാണ്. പക്ഷേ അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാണ്, എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഭാഷണം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കണമല്ലോ. അത് ആ വ്യക്തിയുടെ ഒരു താല്പര്യമാണ്. ഒരിക്കലും ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്നോ ക്രിസ്ത്യൻ്റെ വീട്ടിൽ നിന്നോ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്നോ ബുദ്ധൻ്റെ വീടിൻ്റെ ജൈനൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും കേട്ടോ. ഞാനും കഴിക്കും. എന്തും കഴിക്കും. എനിക്കും ആ വിരോധമല്ല. ഞാൻ എന്നിട്ട് അവളോട് കളിയാക്കി ചോദിക്കൂ, നിനക്ക് വെറുതെ പറ്റൂലല്ലേ, നീ ഹോട്ടലിൽ പോയിട്ട് തിന്നലുണ്ടല്ലോ, അത് ആരും വെക്കലാന്ന് ചോദിക്കും. അവളോട് എന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ല, എന്തും കഴിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടമില്ലാത്തത് കഴിക്കില്ല, അതുണ്ട്. അത് പക്ഷേ ഞാൻ അറിയാൻ ഈ ഹലാൽ ഹറാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്കങ്ങനെ വിശന്ന് വലിഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ്, അത് ഹലാലാണോ ഹറാമാണോ നല്ല നോക്കുക. മറുപടിയാ. അല്ല, നീ നോമ്പെടുക്കുന്ന ഒരാളാണ്. നോമ്പെടുത്ത് വാങ്ങി വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ, വാരി വിഴുങ്ങുകയോ ചെയ്യുക. അല്ല, ഹലാൽ എന്ന വാക്കിന് ശുദ്ധമായത് എന്നേ അർത്ഥമുള്ളൂ. അതായത് നമ്മളിപ്പോൾ പറയുന്ന ചില മാംസങ്ങൾ നമുക്ക് ഹറാമാന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ചെറുകുടലിനും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചാണ്. അതാണ് സംഭവം. പക്ഷെ ഇത് മതം പിടിച്ചിട്ട് വേറെ അത് സ്വർഗത്തിലേക്കുള്ള പാതയാക്കി എടുത്തതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹറാമായത് കഴിക്കില്ല, ഹലാലായതേ കഴിക്കും. ഞാൻ ഇതുവരെ ഹറാമ് കഴിക്കാൻ, നമുക്കിപ്പോ ഹറാം എന്ന് പറയാൻ ഇപ്പൊ പന്നിയിറച്ചിയാണ് എൻ്റെ അറിവിലുള്ളത്. എനിക്ക് ബീഫ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ബീഫിനിപ്പം സംഘികളുടേതാണ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തത്. എനിക്ക് ബീഫ് എങ്ങനെയാ സംഘികളുടെ ആകുന്നത്? ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ. അല്ല, ബീഫ് അതാണ് അതൊക്കെ. പക്ഷേ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാ. പശുവിനെ കൊല്ലുന്നതോട് എനിക്കും വിയോജിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ പറയാ, പശു എന്ന് പറയുന്നത്. പശുവിനെ കൊല്ലുമ്പോ നിനക്ക് സങ്കടം വരുമ്പോ പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടം വരുന്നില്ല? പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടമുണ്ട് എനിക്ക് രണ്ടിലും. പക്ഷേ എങ്കിൽ പോലും എന്താ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ, അവർ ആരാധിക്കുന്ന ഒരു ഇതെന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിച്ച് വിടുക എന്നുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഒരു തവണ പോയതാ. ഞാൻ ഏറില്ല. ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിൻ്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്, അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? ഇതൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണത്. അല്ലേ? സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഈ പിടിച്ചു കഴിഞ്ഞാണല്ലോ അത്. പിടിച്ചോ കഴിഞ്ഞോ എന്നല്ല, അല്ലെ അവരത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കോയിനെയും പോത്തിനെയും അത് അവര് അതിൻ്റെതായിട്ടുള്ള. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്തോ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഈ അല്ല നമ്മൾ ഈ അടിച്ച് കൊല്ലുന്നതും തലക്കടിച്ച് കൊന്നു കഴിയുമ്പോൾ ഉള്ള രക്തം അതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അല്ല അതന്നെ പറഞ്ഞ മീനിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ള അങ്ങനെ എന്തോ സംവിധാനം ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള പഠനം അറിയത്തില്ല. മീനിന് നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് ആ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരുമ്പം അത് തല്ലി തന്നെയാണ് ചാവുന്നത്. അതിന്റെ വാലും തലയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. അപ്പം ഈ ചത്തുപോകല്ലേ ചെയ്യുന്നത്? ഈ പറയുന്ന മൂല്യന്മാരെന്തിനാ അതിനെ കഴിക്കുന്നത്? അതിനുള്ള ഉത്തരം അവര് തരട്ടെ. ജസ്ന ചോദിച്ചു. അതെ, ജസ്നയുടെ ആ മറുപടിക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് താത്വികമായി അവലോകിക്കാൻ കഴിയുന്ന
മുസ്ലിയാക്കന്മാരും ഉസ്താക്കന്മാരും അതിന് മറുപടി കൊടുക്കട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഗ്രാഹ്യമില്ലാത്തടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മിനിമം, മൗനം പാലിക്കുന്നതാണ് ഒരു മിനിമം കോൺസെപ്റ്റ് എന്നാണ്. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എന്തിനാ കയറി പോകുന്നത്, അറിയത്തില്ലാത്ത കാര്യത്തിൽ സംസാരിക്കരുത്. അതാണ്. അത് ജസ്റ്റിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലല്ലോ, ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഒരു ചോദ്യം കുറെ കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്, ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ അലക്കുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് ചാനൽ പറ്റും, അന്യ സ്ത്രീകളെ കാണാൻ പറ്റും, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കുക, ഇതിനുള്ള മറുപടി അവർ തരട്ടെ, അതോടെ അവർ തരണല്ലോ. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ കഥയിലേക്ക് പോവാം. അപ്പം ഈ പരിപാടിക്കൊക്കെ ഉസ്താദുമാരോടൊക്കെ വെല്ലുവിളിച്ചിരിക്കുക, ഇതിനൊക്കെ മറുപടി തരണം എന്നുള്ളതാണ്. അവർക്ക് മറുപടി ഉണ്ടേ അവർ തരട്ടെ. ഞാൻ പഠിച്ചെടുത്തോളം അവർക്കൊക്കെ വ്യക്തമായിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും കാരണം മതപരമായിട്ട് കൂടുതൽ അറിയാവുന്നവരാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത്. എനിക്ക് മതപരമായിട്ട് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി എന്താണെന്നുള്ളതിനെ കുറിച്ച് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു മികച്ചൊരു ചോദ്യമായിരുന്നത്. ആ മികച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നെ നൽകട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് എന്ന് വെച്ചാൽ കുറച്ച് മാറിയിട്ടാണ് ഈ ഹിന്ദുക്കളുള്ളത്. അപ്പൊ നമ്മൾ ആരും അങ്ങോട്ട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീട്ടിലുണ്ട് സുധാകരൻകുട്ടിയേട്ടന്. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഈ പശുവിന്റെയും പോത്തിനെയും കൊല്ലുന്ന കാര്യം പറഞ്ഞല്ലോ, പിന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രായം ചെന്ന പശുവിനെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ജീവനോടെ കുഴിച്ചിടാൻ പറ്റിയല്ലോ, ചാവും കുഴിച്ചിടുക എന്നുള്ളൂ, അല്ലാതെ അറുത്ത് കഴിക്കുന്നതിനോട് വിയോജിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബീഫ് കഴിക്കാത്തോണ്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ. പക്ഷെ അതിൽ ഏറ്റവും വലിയ വേറൊരു വസ്തുത എന്താണെന്നറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാ? കോഴിക്കോട് ഏറ്റവും വലിയ രാജ്യം. ഇത്രയും വലിയ ചോദ്യം ചോദിച്ചാൽ കൂടുതലൊന്നും വരാനില്ല. കോഴിക്കോട് ഏത് രാജ്യം? കോഴിക്കോട്. കാരണം എന്റെ നാട്ടിലുണ്ടല്ലോ ഒരു ഇന്ത്യയാണ്. അല്ല അതിനൊരു ഇത് പറഞ്ഞിട്ട് അല്ല അതും കട്ട് ചെയ്തല്ലേ, അതൊന്നും കളയില്ല, ഞാൻ ഏറിപ്പോട്ടെ എന്നല്ലേ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അല്ല അന്നെ ഞാൻ പട്ടിന്ന് വിളിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മള് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിലുള്ള. എന്റെ നാട്ടിലുണ്ടല്ലോ ഈ ആ ഒരു ഏരിയയിലൊക്കെ ഈ ബീഫിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ അടുപ്പിച്ചൊരു 4-5 ഷോപ്പുണ്ട്. ഈ ഷോപ്പിലൊക്കെ 1.5 കിൻഡൽ ബീഫ് ഡെയിലി അറക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച അതുകൊണ്ട് ചോദിച്ചു. അല്ല, ഈ വേറൊരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്, അതായത് ഈ RSSന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ ആദ്യത്തെ ഒരു 10 കമ്പനിയുടെ ഇതിനകത്ത് ഒരു 7 പേരെങ്ങാണ്ടോ കൃത്യമായിട്ടുള്ള പഠനമുള്ള 7 പേര് ഇന്ത്യയിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബീഫിന് വേണ്ടി വാദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ RSS ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ബീഫിനെ കുറിച്ച്. അല്ല, അതാണ് പറഞ്ഞത്. അപ്പം ഈ ബീഫ് എന്ന് പറയുന്നത് ഈ പോത്തിനെ തന്നെയാണ് വെട്ടുന്നതെന്ന് എന്തുറപ്പ്? ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫിലെല്ലാം പെടുന്നുണ്ട്. സത്യമായിട്ട് പറഞ്ഞാൽ പശുവും പെടുന്നുണ്ട്, പോത്തും പെടുന്നുണ്ട്, കാളയും പെടുന്നുണ്ട്, എരുമയും പെടുന്നുണ്ട്. എല്ലാത്തിനും കൂടി ഒറ്റയ്ക്ക്. അല്ല, എരുമയിറച്ചി, പോത്തിറച്ചി, പശു ഇറച്ചി, ഈ ഹോട്ടലിൽ കാളയിറച്ചി ചിലപ്പോ പശു ചിലപ്പോ പട്ടിയായിരിക്കും. പട്ടിയാവാൻ സാധ്യതയില്ല. അതൊരു വല്ലാത്ത ഉപമയായി. കേരളത്തിൽ എന്താണല്ലോ ഒരിടത്തും സഹോദരന് കേൾക്കാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ന്യൂസ് തന്നെ കണ്ടിട്ടുണ്ടാവും. കോഴിക്കോട് പല ഹോട്ടലിൽ നിന്നും ഈ പറഞ്ഞ ഈ വേസ്റ്റ് ഇട്ട ആളിനടുത്ത് നിന്ന് ഈ പട്ടിയുടെയും ഇതിന്റെയും ഒക്കെ ബാലൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഞാൻ മുമ്പ് ബീഫ് കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് പുറത്ത് എവിടെ ഇറങ്ങിയാലും പൊറാട്ടയും ബീഫും വേണമെന്ന് പറയലുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കാണിച്ചു തന്നതാ. എനിക്കത് എന്താ പറയുക, ഇപ്പം എനിക്കത് റിയാക്ഷൻ വരുന്നത് കൊണ്ടാട്ടോ, അല്ലാതെ ബീഫിനോട് വെറുപ്പുണ്ടായിട്ടോ. അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം അപ്പം എന്നോട് വേണേൽ ചോദിക്കാം, നീ പന്നിയിറച്ചിയപ്പം എന്താ കഴിക്കാതെ ബീഫ് മാത്രം കഴിക്കുന്നു ചോദിച്ചാൽ, എനിക്കിഷ്ടമുള്ളത് കഴിക്കാനുള്ള അവകാശം എൻ്റെ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. അതാണ് അതിന് ഉത്തരം. അല്ല, ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനെ കൊല്ലാനോ അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയിലോ അല്ലെങ്കിൽ തീവ്രവാദം പ്രചരിപ്പിക്കാനോ ഉള്ളതല്ല. നമുക്കിഷ്ടമുള്ളത് പറയാനും ഇഷ്ടമുള്ളത് ചിന്തിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് ധരിക്കാനും
ഉള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നിടത്തോളം കാലം നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കും. അത് നീ എത്ര അത് പശുവാണെങ്കിലും പന്നിയാണെങ്കിലും പന്നി ഇഷ്ടമുള്ളവർക്ക് പന്നി കഴിക്കാം. അതായത് നീ അതിനെ എതിർക്കുന്നില്ല ആരും. നീ അത് മൈക്കും എടുത്തിട്ട് ഈ നാടായ നാട് മുഴുവനവും റിപ്പീറ്റ് അല്ല, ഇതിലെ ചെയ്ത് പ്രശ്നം എവിടെയാന്ന് പറയട്ടെ. അല്ല, ഇതിലെ പ്രശ്നം അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രശ്നം. അതായത് പന്നി കഴിക്കുന്ന ഒരു വ്യക്തി, അതായത് പോർക്ക് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഇഷ്ടമുള്ളത്രയും കഴിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അത് കഴിക്കരുതെന്ന് പറയാൻ ആർക്കാ അവകാശം? ബീഫ് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ്, അത് ചോദ്യം ചെയ്യാൻ വേറെ ആർക്കാണ് അവകാശം? അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ് അതാ. അതായത് സഹോ നീ 1 കിലോ ബീഫ് മേടിച്ചിട്ട് വാ, ഇവനും തിരിച്ചിട്ട് തന്നെ കാര്യം. ബാക്കി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ സംസാരിച്ച് ബീഫിലോട്ടും പന്നിലോട്ടും പോയി, കണ്ണം മാറി ബീഫിലേക്ക്. അപ്പൊ നിലവിൽ വേറൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ പയ്യൻ നമ്മുടെ പയ്യൻ എവിടെ? ഞാൻ പറയാം. പയ്യൻ എവിടെ? അതാണ് പയ്യൻ എവിടെയാന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് പയ്യൻ ആരാന്നുള്ളത്. പക്ഷെ അവന് ഈ അടുത്ത് റീസെന്റ് ഒരു 3-4 വർഷമായിട്ടുള്ള വിവാഹം കഴിച്ചിട്ട് ഓന്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് പരിസരത്ത് എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥര് കുറവാണ്. അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയാലും ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്യാണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വരിക എന്നല്ലാതെ. അപ്പോഴും എനിക്കറിയില്ല കേട്ടോ ഈ കണ്ണൻ എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളുടെ ദൈവമാണ്. നമ്മുടെ വീട്ടിലെ TV ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആകെ ദൂരദർശനല്ലേ അന്നത്തെ കാലത്ത് കിട്ടുള്ളൂ. പിന്നെ ഒരു സീരിയൽ ഉണ്ടായി ഗംഗാമാത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്ത്രീ ഒരു താമരയിലൊക്കെ ഇരുന്നിട്ടുള്ള പണ്ടത്തെ നമ്മുടെ ഹിന്ദി സീരിയലിന് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത സാധനം. അതിലാകെ ഈ ഗംഗാമാതനെ അറിയാം. പിന്നെ ഒരു നാരായണ ഈ അമ്പലത്തിന്റെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾക്ക് ഉമ്മണ്ട് വിളി, അണ്ണാന്നൊരു വിളി വിളിക്കും. അപ്പോൾക്ക് നമ്മൾ മ്യൂട്ടാക്കിക്കോളണം. അതെന്താ പറയുന്നതെന്ന് പോലും കേൾക്കുന്നത്. ഞങ്ങളൊക്കെ വീട്ടിൽ സൗണ്ട് കുറച്ചിട്ടാ ഈ ഒരു സീരിയല് ഉമ്മയും ബാപ്പയും കാണാതെ ഞങ്ങൾ കണ്ടോണ്ടിരുന്നത്. അത്രക്ക്. അതേപോലെ ഏതെങ്കിലും നമ്മളെ ഈ സിനിമയിലൊക്കെ ഈ അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് നമ്മൾ സൈലന്റ് ആക്കിക്കൊള്ളണം. അത് വീട്ടിൽ വെക്കാൻ പാടില്ല. വീട്ടിന് ദോഷാണേ അതൊക്കെ. ദോഷയാണേ എന്നുള്ളത് ഇപ്പോഴാണ് അവർക്കറിയുന്നത്. അപ്പോൾ ദോഷമാണ് എന്നാണ് ഓല് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓണം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളവിടെ പോവും, സദ്യ കഴിക്കും, തിരിച്ചു പോരും. അവരവരുടെ പൂജാമുറിയൊക്കെ അടിച്ചിട്ടതാ. അപ്പോഴും കണ്ണന് ഇതാണെന്നോ കണ്ണൻ തന്നെയാണ് കൃഷ്ണന് എന്നുള്ളതുള്ള ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ അറിയപ്പെട്ടത്. അങ്ങനെ കാലം ഇങ്ങോട്ട് കടന്നുപോയി. ചില സാഹചര്യങ്ങൾ കാരണം എൻ്റെ പഠനം 9ാം ക്ലാസ് വെച്ച് നിർത്തി. അങ്ങനെ ഒരു വർഷം ഞാൻ വീട്ടിൽ. എന്താണ് കാരണം പറയുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. കാരണം ഒരു ഇപ്പൊ ഈ കഴിഞ്ഞ ഗുരുവായൂരത്തെ ഒരു വിഷയം അതേപോലെന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്ന് മുദ്ര കുത്തിയൊരു വ്യക്തിയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കോരങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ക്ലാസ് വരുന്നതും IT ക്ലാസ് വരുന്നതും കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ IT പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ പറഞ്ഞതുപോണം ഇത് ഞങ്ങൾ കൊടയൊന്നും മഴയുടെ ഒരു സ്കൂൾ തുറക്കുന്ന സമയം നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഞങ്ങൾ IT ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഒടുക്കമത്തെ മഴ. പകുതി മുക്കാൽ കുട്ടികളും കുട ഉണ്ടോ നമുക്ക് ഉള്ളോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഞങ്ങൾ 4 കുട്ടികൾ അവിടെ പോസ്റ്റ് ആയി. ക്ലാസ് ഇപ്പുറത്ത് വേറെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. അപ്പം ഞങ്ങൾ നിന്നത് +1 ആ ഒരു ഏരിയയിലാണ് നിന്നത്. അപ്പം എൻ്റെ ഒരു വകയിലുള്ളൊരു കസിൻ അവിടെ ഉണ്ട്, +1 അപ്പോൾ ഓനെ ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഞങ്ങളുടെ നാളെ ആളെ ബുക്ക് ഇനി ഇവിടെ വെക്കുക, ഞാൻ വൈകുന്നേരം മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. ഓന് ജനാലിൻ്റെ ഉള്ളിൽ കൂടി അവൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ കേട്ടോ ജനാലിൻ്റെ ഉള്ളിൽ കൂടി അവൻ ഇങ്ങ് വാങ്ങുകയും ചെയ്ത്. ഞങ്ങൾ എന്നിട്ട് മഴയും കൊണ്ട് ഓടി. കാരണം ബുക്ക് നനയണ്ട, നമ്മൾ നനഞ്ഞാലും ബുക്ക് നമ്മൾ അന്നത്തെ കാലത്ത് നമുക്ക് അതാ ബുദ്ധി. ഇന്നത്തെ കാലം നമ്മൾ ബുക്ക് നനഞ്ഞാലും കുഴപ്പമില്ല, പനി പിടിക്കരുത് എന്നാണ്. അന്ന് പനി പിടിച്ചാലും കുഴപ്പമില്ല, ബുക്ക് നനയരുതെന്നുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇവന് പറഞ്ഞ് എൻ്റെ അല്ല പിന്നെ വേറൊരാളെടുത്താണ് ബുക്ക് എന്ന് പറഞ്ഞു. കബീറിൻ്റെ അല്ല ബുക്ക് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ കബീറിൻ്റെ അടുത്തുണ്ട് ബുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കബീറിനോട് ബുക്ക് വാങ്ങാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഷെബീബക്ക് ഞാൻ അതിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബുക്കിന്റെ ബാക്ക് വശം തുറന്നപ്പം മോളിൽ ഷെബീബക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി ഞാൻ വായിക്കാം. അതാണ്. അല്ല ഓൻ എന്തോ ലെറ്റർ എഴുതിയതാണ്.
അപ്പം ഞാൻ നേരെ കീറിയിട്ട് ഓളെ കയ്യിൽ അങ്ങ് കൊടുത്തു. ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, സത്യം പറയുന്നതിന് എന്താ, ഞാനത് വായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മോനുണ്ടല്ലോ, ഈ അമ്മോനും അമ്മോൻ്റെ ഭാര്യയും അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്ന്. അപ്പം അമ്മോന് വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. മൂപ്പര് ഈ ബുക്ക് ചെക്ക് ചെയ്ത് ഇപ്പം എഴുതിയതിൻ്റെ പകർപ്പുണ്ടല്ലോ, ഈ പകർപ്പ് അതിൽ ഉണ്ടല്ലോ, അതവർ കൂട്ടി വായിച്ച്. മോളത്തെ ഷെബീബക്ക് എന്നൊഴികെ ബാക്കിയൊക്കെ അവർ വായിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഷെബീബക്ക് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു പേര് മാറ്റിയതാണ്, എനിക്കുള്ളത് പോലെ പേര് മാറ്റിയതാ, വീട്ടിൽ പിടിക്കുന്നതിന് എന്നുള്ളത് ആക്കി. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഷെബീബ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഷെബീബക്ക് ദൈവം നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷെബീബക്കും കൊടുക്കുന്നുണ്ട്, കബീറിനും കൊടുക്കുന്നുണ്ട്, അത് അറിയുന്നുണ്ട്, തൃപ്തിപ്പെടുന്നുണ്ട്. ഷെബീബനെ വിളിച്ചു, ഷെബീബനെ വിളിച്ചിട്ട് ഷെബീബന്റെ ഉമ്മയാ ഫോൺ എടുത്തത്. ഉമ്മ ഒരൊറ്റ ഡയലോഗാ പറഞ്ഞേ, നിങ്ങളെ മോള് തോന്നിവാസം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ മോളെ മേക്കിട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ടെന്ന്. നമ്മുടെ തലയോട്ട് ഫുള്ള് വന്നു. അത് കഴിഞ്ഞു നേരെ കബീറിനെ വിളിച്ചു. ലെറ്ററോ? ഞാനോ? ഞാനങ്ങനെ ഒരു ലെറ്ററേ എഴുതിയില്ല. അടിപൊളി. ആര് കള്ളിയായി? കമഴ്ത്തി. വാപ്പ അന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വിറകടുപ്പാ, ഗ്യാസൊന്നും ഇല്ലേ, കയ്യിൽ കിട്ടിയത് മട്ടലോണ്ട് വാപ്പാന്റെ അരിശൊക്കെ മട്ടലോണ്ടാട്ട് തീർത്തു, അടിച്ച് പൊളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി ഹൈവേയിലേക്ക് എത്തി. ഒരാളുടെ അടുത്ത് കൈ കാട്ടി എന്നപ്പോഴേക്കൊക്കെ ഏകദേശം ഞാനും എങ്ങനെയാ അവിടേക്ക് എത്തിപ്പെട്ടെന്ന് എനിക്കും തമ്പുരാനെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് എത്തി ഒരാളുടെ വണ്ടിക്ക് കൈ കാട്ടി. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി, വാപ്പ തല്ലിയിട്ട് ഇറങ്ങിയതാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷനിൽ വിടരുത്, ഒരു ദിവസം എന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആയിക്കോട്ടെ. ആള് കുറച്ച് ആൽക്കഹോളിക് ആയിരുന്നു കേട്ടോ ആള്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. വാഷ്റൂം യൂസ് ചെയ്ത് വന്നപ്പോഴേക്ക് ഇയാൾ ഒറ്റപ്പിടുത്തം. അപ്പം എനിക്ക് തോന്നിയത് പണിയാവുന്നു. ഞാൻ അവിടെ നിന്ന് ഒച്ചട്ടോട്ടെ. അപ്പോഴേക്ക് ഇയാളുടെ പ്രായമായ ഉമ്മയും വാപ്പയാണ്. അവരുണർന്ന് ഞാനും പറഞ്ഞു എന്നെ ഇങ്ങനെ കയറി പിടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു എന്നാ എന്നെ ഏടാന്ന് വെച്ചാൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ താമരശ്ശേരി ഇറക്കിയാൽ മതി. താമരശ്ശേരി ഇറക്കിയപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. കാരണം ഉപ്പായും ഉമ്മായൊന്നും തപ്പിയിറങ്ങിയിട്ടില്ല, നാട്ടിലുള്ള പാട്ട് ജസ്നി ആരുടെയോ കൂടെ ഒളിച്ചോടി. 14 വയസ്സിൽ ജസ്നി ആരുടെയോ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിലൊന്നായിട്ട് തപ്പുക ചെയ്യുന്നത്. നാട്ടുകാരൊക്കെ ഇളകി തപ്പി. എനിക്ക് പിന്നെ ഒരു നിർവാഹമില്ല. അപ്പം ഞാൻ അവിടെ മദർ മേരി എന്ന് പറഞ്ഞ പഴയൊരു ഹോസ്പിറ്റലുണ്ട്, ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ മദർ മേരി. അതിൻ്റെ അടുത്തൊരു വീടിൻ്റെ കൊലായിൽ പോയിരുന്നു. അപ്പം ഈ നമ്മൾ പോയി പെട്ട വീട്ടിലെ ആൾക്കാർ തന്നെ ചെങ്ങായി തന്നെ എന്നെ താമരശ്ശേരി കൊണ്ടാക്കി. ഓൻ്റെ വീടും താമരശ്ശേരി തമ്മിലൊരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ഒരു വെള്ളം കോരാൻ വന്ന ഒരാളോട് ചോദിച്ചു, എനിക്കൊരു രൂപ തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ 1 രൂപ തന്നു. ഞാൻ കോയിൻ ഇട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ താമരശ്ശേരി ഉണ്ട്, വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. നമ്മൾ ഓളം വെച്ച് നോക്കി, പക്ഷേ അവസാനം അവരെ തന്നെ ഞാൻ എന്താ അന്നപ്പം ചിന്തിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന അടിയുടെ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കാരണം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് അടി മേടിക്കുന്നെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ ഈ ഷബീബയും കബീറും ഇപ്പൊ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടാളും ഡിവോഴ്സ്ഡ് ആണെന്നും. ഒരുമിച്ച് വിവാഹം കഴിച്ചിരുന്നോ രണ്ടുപേരും? രണ്ടാളും 2 വഴിക്കാണ്. അല്ല, രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിച്ചോ അതോ വേറെ വേറെ വിവാഹം? രണ്ടുപേരും ഡിവോഴ്സ്ഡും ആണ്. അതൊന്നും എനിക്കറിയില്ല. ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ഫ്രണ്ട്സ് മുഖാന്തരം ഞാൻ അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ കബീർ എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ സിസ്റ്ററുടെ കൂടെ പഠിച്ച ചെങ്ങായിയാണ്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് ഇവരെന്നെ കാണുകയും എൻ്റെ മാമന് ഒരൊറ്റ അടി. അപ്പം ഇവർ ചോദിച്ചില്ല എന്തിന് നീ പോയി, എനിക്ക് എന്താ പറ്റിയത്, ഒന്നും ഇവർ ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഒറ്റൊരടി, ആ അടിയോടെ ഞാൻ താഴെ വീണ്. അങ്ങനെ ബാപ്പ പോയി കേസ് കൊടുത്തു. ഞാൻ എന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അയാളുടെ പേരിൽ കേസ് കൊടുത്തു. അതാണ് ഈ സോഷ്യൽ മീഡിയ പറയുന്ന ജസ്ന കൊടുത്ത പീഡന കേസ്, ചെറുതിലെ കൊടുത്ത പീഡന കേസ് എന്ന് പറയുന്നത്. ക്ലാരിറ്റി ആയി.
അങ്ങനെ ഇവര് എന്നെ വീട്ടുതടങ്കലിലാക്കി, പുസ്തകമൊക്കെ കത്തിച്ചാഞ്ഞ് ഇനി ഞാൻ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്നോട് വീട്ടിൽ ആരും സംസാരിക്കില്ലായിരുന്നു. ഒരു 6 മാസം കാലത്തോളം എന്നോട് ആരും സംസാരിച്ചില്ല. ഞാനൊരു വീട്ടിൽ ഒരു റൂമിൻ്റെ അകത്ത് ഞാൻ മാത്രം ഇരുന്നു. നല്ല രീതി ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടി എത്രത്തോളം അത് മാനസികമായിട്ട് ഭയങ്കര ഡൗൺ. ആകെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പൻ്റെ ഉമ്മ തന്നെയായിരുന്നു. അത് സംസാരിച്ചിട്ടേ ഇല്ല. അന്നത്തെ കാലത്ത് എൻ്റെ വാപ്പ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വേണേ നക്കിയിട്ട് എണീറ്റ് പോടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അവർക്ക് നാണക്കേടാക്കി എടുത്തു. ഞാൻ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയെന്നായി, ഇങ്ങനത്തെ ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു 6 മാസത്തോളം ഇവരാരും മിണ്ടിയില്ല. ഉമ്മയും ഏട്ടത്തിമാരൊക്കെ അന്നത്തെ കാലത്തൊക്കെ സീരിയലൊക്കെ ഉണ്ടാവുമല്ലോ, സീരിയൽ കാണുമ്പം ഡോർ അടച്ചിടും. കാരണം ഉമ്മാൻ്റെ അനിയത്തി പറഞ്ഞു കൊടുത്തു, ഇവള് TV കണ്ടിട്ടാണ് നശിച്ചു പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രമേൽ കഷ്ടപ്പെട്ടു. പിന്നെ ഇവർക്ക് എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതി എന്നുള്ള നിലയിലായി. അങ്ങനെയാണ് 3 വിവാഹാലോചന വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കാണാൻ വന്നു. അപ്പോൾ അവരെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉള്ള ടീം. അപ്പം എൻ്റെ വീട്ടുകാർക്ക് അത് പറ്റൂല എന്നാണ്. ഞങ്ങളെക്കാട്ടിലും ഒരുപടി താന്ന ആൾക്കാർക്ക് മാത്രമേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുള്ളൂ. അത് എൻ്റെ മാതാപിതാക്കൾ പറയുന്നത്. അത് ഈ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പെൺമക്കൾ ആ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളെക്കാട്ടിലും ഒരു പടി മോളിലുള്ള വീട്ടിൽ നിന്നാണ് കയറി ചെല്ലുന്നതെങ്കിൽ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും അവിടെ വില കിട്ടും. എൻ്റെ 2 സിസ്റ്റേഴ്സിനെ അങ്ങനെയായിരുന്നു കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അതായത് നമ്മളെക്കാട്ടിലും സാമ്പത്തികം കുറവുള്ള ആൾക്കാരുടെ വീട്ടിലേക്കാണ് നമ്മളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നതെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വില. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. അതിന് എനിക്ക് ജനറലൈസ് ചെയ്യരുത്. അത് ഓരോരുത്തരും എല്ലാവരും അങ്ങനെയാണെന്നുള്ള എന്താ ഉറപ്പ്? അത് പറയാം. അല്ല, എൻ്റെ വീട്ടുകാർ നിങ്ങളുടെ അനുഭവം എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കാൻ. ഒരിക്കലും അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും ജനങ്ങൾക്ക്. അതൊക്കെ ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ബഹുജനം പലവിധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചിലവരുടെ വീട്ടിൽ കയറി വരുന്നത് പെൺകുട്ടി വലിയ സാമ്പത്തികം ഉള്ളതാണെങ്കിലും തീരെ സാമ്പത്തികം ഇല്ലാത്തതാണെങ്കിലും ഒരുപോലെ പരിഗണിക്കുന്നവരുണ്ടാവും, നല്ല ഉമ്മമാരുണ്ടാവും. വേറൊരു കാര്യം സുഹൃത്തും ചിന്തിക്കണം, ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് അങ്ങനെ തന്നെയുള്ള ഗാർഹിക പീഡന നിയമം തന്നെ കൊണ്ടുവരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. എപ്പോഴും നമുക്ക് ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാന്നുള്ളൊരു ഇത് പോകും. അപ്പോൾ എൻ്റെ ഉമ്മേനെ പോലും ഞാനപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളെക്കാൾ സാമ്പത്തികം കുറവുള്ള ഒരു വീട്ടിലാണെങ്കിൽ, ജസ്റ്റിനെ പറയുന്നത് പോലെയാണെങ്കിൽ, ചേച്ചി പറയുന്ന പോലെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്? എൻ്റെ ഉമ്മ മോശമായിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇന്ന് 4 വർഷം വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, സ്വന്തം മകളെ പോലെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തം പല കുടുംബത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞങ്ങളുടെ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം വേറൊരു കാരണം കൂടി ഉണ്ട്. ഞങ്ങൾ 3 ആൺപിള്ളേരുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നതിന്റെ ആ സ്നേഹം കൂടി ആവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കുടുംബത്തിനെയും ഡിപ്പെൻസ് ആണ്, ഓരോ കുടുംബത്തിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ഒരു വിലയും നിലയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കയറി ചെല്ലുന്ന വീട്ടിൽ കുറച്ച് സാമ്പത്തികം കുറവാണെങ്കിലായിരിക്കാം അത് അവരുടെ ചിന്താഗതിയാണ്. ഞാൻ പറയുകയും ചെയ്തല്ലോ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അതിന്റെ പേരിൽ പിന്നെ സ്ത്രീധനത്തിന് കുറഞ്ഞു പോയി, ഞങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്, ഇല്ല എന്നുള്ള വാക്കുകളൊന്നും ഇവർക്ക് കേൾക്കേണ്ടി വരൂല. എന്റെ മോന് ഇത്ര വലിയ ജോലിയുണ്ട്, എന്റെ മോന് ഇത്ര വലിയ വീടുണ്ട്, നീ വന്നത് എവിടുന്ന ഒരു കുടിൽ നിന്ന് വന്നവളാണ് എന്നുള്ള വാക്കൊക്കെ അവിടെ ഒഴിവാക്കി. അതും കൂടി നമ്മൾ ആ വശവും കൂടി നമ്മൾ അങ്ങനെ ഉള്ളവരും ഉണ്ട്, അങ്ങനെ വേണം സംസാരിക്കാം. അല്ലാതെ അങ്ങനെ എല്ലാവരും ആണെന്നുള്ള ചിന്താതിലേക്ക് കഴിയുന്നതും പാവപ്പെട്ട വീട്ടിലേക്ക് അവിടെ രാജകുമാരിനെ പോലെ നോക്കും.